നമസ്കാരം. നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പടക്ക നിർമ്മാണശാലയിൽ നിന്ന് അനധികൃതമായി സൂക്ഷിച്ചു വെച്ചിരുന്ന 1000 കിലോ വെടിമരുന്ന് സാധനങ്ങളും പടക്കങ്ങളും ചെറുതുരുത്തി പോലീസ് സംഘം പിടികൂടി. ദേശമംഗലം പഞ്ചായത്തിലെ ഊരോളിക്കടവ് ഭാരതപ്പുഴയോരത്തിന് സമീപം OC കൃഷ്ണൻ എന്ന വ്യക്തിയുടെ പടക്കശാലയിൽ നിന്നാണ് കരിമരുന്ന് പിടികൂടിയത്. പാലക്കാട് ഭാഗത്ത് അടുത്ത ദിവസം നടക്കാൻ പോകുന്ന പൂരത്തിന് പൊട്ടിക്കാൻ വെച്ചിരുന്ന 1000 കിലോയോളം വരുന്ന പടക്കങ്ങളും മരുന്നുകളുമാണ് പിടിച്ചെടുത്തത്. OC ഉണ്ണികൃഷ്ണൻ, പ്രഭാകരൻ, ഉണ്ണികൃഷ്ണൻ, വിനോദ്, അബ്ദുൾ മുത്തലീബ് എന്നീ 5 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പടക്കശാല നടത്തിപ്പുകാരൻ സുരേന്ദ്രൻ ഒളിവിലാണ്. ചെറുതുരുത്തി CI രതീഷിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് ബുധനാഴ്ച വൈകിട്ട് പടക്കശാലയിൽ മിന്നൽ പരിശോധന നടത്തിയത്. പടക്ക നിർമ്മാണശാല നടത്താനുള്ള ലൈസൻസ് ഇദ്ദേഹത്തിനുണ്ടെങ്കിലും വെടിമരുന്ന് സൂക്ഷിക്കാനും പടക്കങ്ങൾ നിർമ്മിക്കാനുമുള്ള ലൈസൻസ് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിൽ തൃശൂർ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് സ്റ്റേ ചെയ്തിരുന്നു. ഇതിനുശേഷം പുതുക്കി കൊടുത്തിട്ടില്ല. പാലക്കാട് ജില്ലയിലെ നിരവധി പൂരങ്ങൾക്ക് പൊട്ടിക്കാനുള്ള വെടിമരുന്നുകളും പടക്കങ്ങളും മറ്റും വിതരണം ചെയ്യുന്നതും ഇയാളാണ്. ചെറുതുരുത്തി SA വിനുരാജ്, CPOമാരായ ജോബിൻ ഹൈസക്, CP ലിനു, രഞ്ജിത്ത്, ജയകുമാർ, ഹോംഗാർഡ് ഉസ്മാൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. CCTV ന്യൂസ്, തളി. മുതുതല പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട വികസന സെമിനാർ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനുമോൾ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. മുതുതല ഗ്രാമപഞ്ചായത്തിലെ ജനകീയാസൂത്രണം 2024-25 വർഷത്തെ വികസന സെമിനാർ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിനകത്ത് മാറുന്നുണ്ട് എന്ന് പറയുന്നു. സാമ്പത്തികമായി പ്രതിസന്ധി നമ്മുടെ സമൂഹത്തിൽ ആകെ ഉണ്ട് എന്ന് പറയുന്നു. അപ്പോഴാണ് സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായി സാമ്പത്തിക വികസനം ഏതർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ള ശരിയായ ഉറച്ച തീരുമാനത്തിന്റെ ഭാഗമായി ഈ പറയുന്ന അധികാര വികേന്ദ്രീകൃത ആസൂത്രണ പ്രക്രിയ കേരള സംസ്ഥാനത്ത് 27 വർഷങ്ങൾ പിന്നിടുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. നമ്മൾ ചെയ്ത ഓരോ കാര്യം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അന്തസത്ത. ഈ അന്തസത്തയെ നമുക്ക് ഇന്നത്തെ കാലത്തിനനുസരിച്ച് എങ്ങനെയാണ് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ നമ്മുടെ ഇന്നത്തെ പ്രവർത്തനങ്ങളെ മാറ്റിയെടുക്കാൻ സാധിക്കുക, അതാണ് ഇപ്പോൾ നമ്മൾ വികസന സെമിനാറിലൊക്കെ ചർച്ച ചെയ്യുന്നത്. സ്വാഭാവികമായി നമുക്കതിന് സാധിക്കണം. കോവിഡ് വന്ന ഒരു നാളെ നമ്മുടെ നാട് ലോകമാകെ വന്നു. ലോകമാകെ കോവിഡ് വന്നു. ലോകമാകെ എങ്ങനെ കോവിഡിനെ പ്രതിരോധിച്ചതെന്ന് നമ്മൾ കണ്ടു. കേരളത്തിന്റെ സവിശേഷമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഈ ലോകത്തിന് മുമ്പിൽ പോലും വലിയ തോതിൽ എല്ലാവരാലും ആദരിക്കപ്പെട്ടു, ബഹുമാനിക്കപ്പെട്ടു. A ആനന്ദവല്ലി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് മുകേഷ് S പദ്ധതി വിശദീകരണം നടത്തി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PM ഉഷ, ജില്ലാ മെമ്പർ നീരജ്, വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷ്ര സമദ്, ക്ഷേമകാര്യ ചെയർപേഴ്സൺ സുബൈദ, വനജ, CM നീലകണ്ഠൻ, സുനിൽ HK എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ചെറുതുരുത്തി ഗവൺമെന്റ് LP സ്കൂളിൽ ഗോൾഡൻ ബുക്ക് പ്രകാശനം നടന്നു. പുതുവർഷത്തിന്റെയും ക്രിസ്മസിന്റെയും ഭാഗമായി 1000-ഓളം കുട്ടികൾ തയ്യാറാക്കിയ ആശംസാ കാർഡുകൾ ഉപയോഗിച്ചാണ് 8 അടി ഉയരവും 6 അടി വീതിയുമുള്ള കൂറ്റൻ ഗോൾഡൻ ബുക്ക് തയ്യാറാക്കിയത്. വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ കൂറ്റൻ ഗോൾഡ് ബുക്ക് പ്രകാശനം ചെയ്തു. PTA പ്രസിഡന്റ് EK അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ PA യൂസഫ്, പഴയന്നൂർ BP/C K പ്രമോദ്, ട്രെയിനർ K ആബിദ, മാതൃസംഗമം പ്രസിഡന്റ് K അശ്വതി, SMC ചെയർപേഴ്സൺ കലാമണ്ഡലം രശ്മി, സ്റ്റാഫ് സെക്രട്ടറി TA കവിത തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ 2024 ന്യൂ ഇയറിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിച്ച ന്യൂ ഇയർ കാർഡ് കൊണ്ട് ഉപയോഗിച്ച ഗോൾഡൻ ബുക്കിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നിർവഹിക്കുന്നത്. അതിമനോഹരമായിട്ടാണ് നിങ്ങൾക്ക് ലഭിച്ച കാർഡുകൾ കൊണ്ട് ഇവിടെ ഈ മനോഹരമായ ഗോൾഡൻ ബുക്ക് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പ് നവകേരള സദസ്സിന്റെ ഭാഗമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ഉപയോഗിച്ചുകൊണ്ട് മനോഹരമായ കരകൗശലങ്ങൾ ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണ് ചെറുതുരുത്തി ഗവൺമെന്റ് LP സ്കൂൾ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതുപോലുള്ള മനോഹരമായ പ്രവർത്തനങ്ങൾ നടത്താൻ ഇത് തയ്യാറായ വല്ലപ്പുഴ OHSS സ്കൂളിന്റെ വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൾ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു.
വല്ലപ്പുഴ OHS സ്കൂളിലെ 29ാം വാർഷികാഘോഷം വിവിധ കലാപരിപാടികളോടെ ആഘോഷിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് MK അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം നിർവഹിച്ചു. വല്ലപ്പോഴേ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ രംഗത്ത് ഒരു വലിയ മുന്നേറ്റം നടത്തുന്നതായിട്ട് നമ്മുടെ സ്കൂള് എഴുതി വെച്ചിട്ടുള്ള മാതൃക വളരെ വലുതാണ്. AMA കരീം സാഹിബ് അധ്യക്ഷത വഹിച്ചു. കലാപരിപാടിയുടെ ഉദ്ഘാടനം വല്ലപ്പുഴ OHS സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഗായകനും യൂട്യൂബറുമായ ജിൽഷാദ് വല്ലപ്പുഴ നിർവഹിച്ചു. PTA പ്രസിഡന്റ് അബൂട്ടി, GM സലാഹുദ്ദീൻ ഫൈസി, മൊയ്തുട്ടി ഹാജി, ഷൊർണൂർ AEO ബിന്ദു, വാർഡ് മെമ്പർ CK ബാബു, മാനേജ്മെന്റ് അംഗങ്ങൾ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, മറ്റു പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കുട്ടികളുടെ കലാപരിപാടിയും നടന്നു. തുടർന്ന് കുട്ടികൾക്കുള്ള സമ്മാനദാനവും നിർവഹിച്ചു. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകൾ. തലമുറകൾ തോറും വളരുന്ന സ്നേഹം പൊന്നായി മാറട്ടെ. പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം തികച്ചും സൗജന്യമായി. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. വാർത്തകൾ തുടർന്നു. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ മേളകൾ പ്രതിഭ തെളിയിച്ചവർക്ക് ആദരം നൽകി. VK ശ്രീകണ്ഠൻ MP അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സ്കൂൾ മേളകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രതിഭകൾക്കാണ് സ്കൂളിൽ ആദരം ഒരുക്കിയത്. ആദര സദസ്സ് VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. മത്സരത്തിൽ പങ്കെടുക്കുന്നവര്, അതുപോലെ പരിശീലനം നൽകിയ അധ്യാപകര്, അതിനുവേണ്ടി എല്ലാം പ്രയത്നിച്ച മാതാപിതാക്കള്, എല്ലാവരെയും നമ്മൾ ഓർക്കണം. തീർച്ചയായിട്ടും ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പ്രശസ്തി വിദ്യാഭ്യാസ കാര്യങ്ങളിൽ മാത്രമല്ല, വിദ്യാഭ്യാസ ഇതര കാര്യങ്ങളിലും നാട് മുഴുവൻ അറിയുകയാണ് നിങ്ങളിലൂടെ. ഇപ്പൊ നിങ്ങളിൽ ഞങ്ങൾക്ക് വലിയൊരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു പൊതു ചടങ്ങ് വെച്ച് നിങ്ങളെല്ലാം അനുമോദിക്കുന്ന, ആദരിക്കുന്ന ഒരു പരിപാടിയാക്കി മാറ്റിയത്. നിങ്ങൾ ഏതെല്ലാം മേഖലയിലും ഭാവിയിൽ എത്തുമെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ നിങ്ങളിലുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ നിരവധി അവസരങ്ങളാണ് ഇവിടെ ലഭിക്കുന്നത്. പണ്ടൊന്നും ഇങ്ങനെയുള്ള ഒരു അവസരമില്ല. അവർക്ക് കഴിവുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പ്രകടിപ്പിക്കാനുള്ളൊരു വേദി വേണ്ടേ, അതിനൊക്കെ പങ്കെടുക്കാനുള്ളൊരു സാഹചര്യം വേണ്ടേ. ഇപ്പം നിങ്ങൾക്ക് ആ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പാഠ്യവിഷയങ്ങളിലാണെങ്കിൽ ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെ നെറുകയിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. അതുപോലെ തന്നെ അനിതര സാധാരണമായിട്ടുള്ള മികവ് പല മേഖലയിലും കുട്ടികൾ പ്രകടിപ്പിക്കുക. ഓരോ കുട്ടികളുടെ പാട്ടും ഡാൻസും അവരുടെയൊക്കെ പ്രവൃത്തി പരിചയ മേളയിലും ശാസ്ത്രമേളയിലൊക്കെ പുതിയ കണ്ടുപിടുത്തം കണ്ടാൽ നമ്മൾ തന്നെ അതിശയിച്ചു പോകും. അപ്പോൾ പുതിയ തലമുറ പഴയ തലമുറയേക്കാൾ വളരെ കരുത്തുറ്റ ഊർജ്ജസ്വലരായ തലമുറയാകണം. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ എല്ലാവരും ഉയരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് പുരസ്കാരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ വിവിധ തുറകളിൽ നിങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ K വിജയൻ, നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷ P ആനന്ദവല്ലി, വാർഡ് കൗൺസിലർ C സംഗീത, PTA പ്രസിഡന്റ് KMA ജലി, SMC ചെയർമാൻ ജിതേഷ് മോഴിക്കുന്നം, സ്കൂൾ പ്രധാനാധ്യാപിക T രാധ, ഡെപ്യൂട്ടി പ്രധാനാധ്യാപിക നിർമ്മല, മുഹമ്മദ് ഷബാബ്, ശ്രീദേവ്, മോഹനൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. മോൻ കൂടെയാണല്ലോ, സന്തോഷം കൂടെ ഇവിടെ സ്ഥാനം നേടി തന്നിട്ടുണ്ട്. തേർഡ് ഓവറോൾ ശ്രീദേവ് മോഹൻ ടീച്ചർ സമ്മാനമായി അറിയിക്കുകയാണ്. എന്റെ ജ്യോതിക സംസ്ഥാന. അടുത്തത് ചാലശ്ശേരി പെരുമണ്ണൂർ PFI ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് നടത്തി. ആന്ധ്രാപ്രദേശ് വിജയവാഡയിൽ നടക്കുന്ന ദേശീയ ഷൂട്ടിംഗ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ സീനിയർ ബോയ്സ് വിഭാഗത്തിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിച്ച PFIയുടെ താരങ്ങളായ വിധുൻ കൃഷ്ണ, അതുൽ കൃഷ്ണ എന്നിവരെയും കേരള യൂണിവേഴ്സിറ്റി MA പൊളിറ്റിക്കൽ സയൻസിൽ 5ാം റാങ്ക് നേടിയ അഞ്ജലിയെയും ക്ലബ്ബ് അനുമോദിച്ചു. എക്സൈസ് പ്രിവന്റീവ് ഓഫീസറായ മഹേഷ് കോടനാട് അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് കുട്ടികൾക്ക് മൊമന്റോയും
ക്യാഷ് പ്രൈസും സ്പോർട്സ് കിറ്റും സമ്മാനിച്ചു. PFA പ്രസിഡന്റ് ജയൻ കെ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ അനീഷ്, PFA സെക്രട്ടറി ഗോപിനാഥ് കുറുപ്പത്ത, ജോയിന്റ് സെക്രട്ടറി രതീഷ് NV, ട്രഷറർ മഹേഷ് PB, P അഞ്ജലി, K നന്ദകുമാർ, NT ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്ലോബൽ പ്രവാസി കോൺഗ്രസ് തിരുമറ്റിക്കോട് OICC ഹഫർ അൽബാത്തിൻ കമ്മിറ്റിയും സംയുക്തമായി ചികിത്സാ സഹായ ഫണ്ട് സമാഹരിച്ചു. നാഗലശ്ശേരി പഞ്ചായത്ത് ചലാച്ചിക്കരയിൽ താമസിക്കുന്ന മുസ്തഫയ്ക്ക് വേണ്ടിയാണ് തുക സമാഹരിച്ചത്. VT ബൽറാം ചികിത്സാ സഹായ കമ്മിറ്റി കൺവീനർ ഹംസ ചോലക്കലിന് തുക കൈമാറി. തൃത്താല ബ്ലോക്ക് മുൻ പ്രസിഡന്റ് PA വാഹിദ്, തിരുമറ്റക്കോട് പഞ്ചായത്ത് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷെറിന ടീച്ചർ, ഗ്ലോബൽ പ്രവാസി അംഗങ്ങളായ ഷക്കീർ താളം, സുലൈമാൻ അഖിലാണം, ബക്കർ പൂക്കരാത്ത്, ഫൈസൽ വടക്കേക്കര, ബക്കർ ചെരിപ്പൂര്, മറ്റ് സഹപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ചാലാച്ചിയിലെ വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം കഴിഞ്ഞ കുറച്ചു കാലമായി വൃക്കരോഗം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. കിഡ്നി മാറ്റിവെക്കേണ്ട ചികിത്സയ്ക്കായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള അഭ്യർത്ഥന ഞാനടക്കം പല ആളുകൾ എല്ലാവരോടുമായിട്ട് പങ്കുവച്ചിരുന്നു. അങ്ങനെയുള്ള എല്ലാവരുടെയും കൂട്ടായ്മയിൽ കുറേയേറെ കാര്യങ്ങൾ ഇതിൻ്റെ ചികിത്സാ ധനസഹായ സമാഹരണാർത്ഥം ഇവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നൊരു സന്തോഷവും സംതൃപ്തിയുള്ള കാര്യം, ഗ്ലോബൽ പ്രവാസി കൂട്ടായ്മ എന്ന് പറയുന്ന സംഘടന, അതിലെ തിരുമിറ്റക്കോടിലെ അംഗങ്ങൾ അവർ ഒത്തുചേർന്ന് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു ചെറിയ ചെറിയ കോൺട്രിബ്യൂഷൻസ് സമാഹരിച്ചുകൊണ്ടുള്ള ഒരു തുക ഇന്ന് ആ കുടുംബത്തിന് കൈമാറാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം കോൺഗ്രസ് അനുബന്ധ സംഘടനയായിട്ടുള്ള OICCയിലെ സൗദിയിലെ അഫർബാത്തിൽ പ്രദേശത്തെ അവിടുത്തെ കമ്മിറ്റി, അവരും അവരുടേതായിട്ടുള്ള ഒരു തുക സമാഹരിച്ച് ആ കുടുംബത്തിന് ഈ രണ്ട് തുകയും ചേർത്ത് എനിക്കിന്ന് കൈമാറാൻ സാധിച്ചു. അതിൽ പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ പറയുന്ന പ്രവാസി സുഹൃത്തുക്കളോട് മുഴുവൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. പേര് വെളിപ്പെടുത്താനാകാത്ത ഒരുപാട് ആളുകളാണ് ചെറുതും വലുതുമായിട്ടുള്ള സംഭാവനകൾ ഇതിനായിട്ട് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മുഴുവൻ ആളുകളോടുമുള്ള ഈ പ്രദേശത്തുകാരുടെ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇനിയും കുറച്ചുകൂടി വേണ്ടതുണ്ട്. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.